അവളെന്തെങ്കിലും സംസാരിച്ചിരുന്നോ മോളോട്? സംസാരിച്ചു. സ്നേഹത്തോടെയാ പെരുമാറിയത്. സഹായിച്ചതിന് നന്ദി പറഞ്ഞു. അവൾക്ക് ദേഷ്യമൊന്നുമില്ലേ മോളോട്? ഞാൻ സഹായിച്ചതല്ലേ മാളുവിനെ, പിന്നെന്തിനാ ദേഷ്യപ്പെടുന്നത്? നേരത്തെ ഈ കാര്യം ഞാൻ മാളുവിനോട് പറഞ്ഞപ്പോ അവള് പ്രത്യേകിച്ചൊന്നും പ്രതികരിച്ചില്ല. ഒരു വികാരവും ഇല്ലാതെ കിടക്കായിരുന്നു. അപ്പൊ ഞാൻ ഭയന്നു. മോള് സഹായിച്ചത് ഇഷ്ടപ്പെട്ടില്ലെന്ന് കരുതി. അങ്ങനെയൊന്നും ഇല്ല അപ്പച്ചി. ഇനി മാളുവിന് നല്ല മാറ്റം ഉണ്ടാവുന്ന വിശ്വാസം. മോള് ശരീരം നോക്കണം. മുറിവ് കരിയാതെ എഴുന്നേറ്റ് നടക്കരുത്. ജോലിയൊന്നും ചെയ്യരുത്. അപ്പച്ചി, മാളുവിന്റെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കിയാ മതി. വീട്ടിലെത്തിയാലും മാളുവിനെ ശരിക്ക് ശ്രദ്ധിച്ചോണം. മാളുവിന്റെ മുറിവ് ഭേദമായി കഴിഞ്ഞാ ഞാൻ കുറച്ചു ദിവസം മോൾക്കൊപ്പം വന്ന് നിൽക്കാം. എന്നാ അപ്പച്ചി പുറത്തേക്ക് വരണ്ട. ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നാലോ? ശരി അപ്പച്ചി. നേഴ്സുമാരെന്തെങ്കിലൊക്കെ പറഞ്ഞ ഇവിടെ ആള് വേണ്ടേ? മോളെ നന്നായി നോക്കിക്കൊള്ളണേ മോനെ. അതെന്നോട് പറയണോ അപ്പച്ചി? ഞാൻ മാത്രമല്ലല്ലോ, അമ്മ അവിടെ ഉണ്ടല്ലോ. പിന്നെ കണ്ണേട്ടൻ പവിത്രടുത്തേക്ക് ഇടയ്ക്ക് മുറക്കൊക്കെ വരില്ലേ? പിന്നെ കണ്ണനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട്. കണ്ണന്റെ മതിലകം തറവാട് കടം കയറി അവിടെ ഉള്ളവര് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് വാങ്ങാം. കണ്ണന്റെ പേരിൽ തന്നെ. അവിടെ ഇടയ്ക്കിടയ്ക്ക് മോള് ചെല്ലുമ്പോഴുള്ള സന്തോഷം മറ്റെവിടെ ചെന്നാലും കിട്ടില്ല. ആ തറവാട് അവസാനം കണ്ണേട്ടന്റെ പേരിൽ തന്നെ വന്നു ചേരും അപ്പച്ചി. ഞങ്ങൾ ഇറങ്ങാം അപ്പച്ചി. ശരി. എന്റെ പൊന്നുമോള്, എന്റെ മൂത്ത മോള്. ഇളയവൾക്ക് ആയുസ് നീട്ടിക്കൊടുത്തിട്ട് പോവാ. ഞാൻ എന്റെ മോളോട് ചെയ്ത പാപം ഈ ജന്മം ദൈവങ്ങൾക്ക് പൊറുക്കാൻ പറ്റൂ? ഞങ്ങളെ ആരെയും കുറ്റപ്പെടുത്തരുത് പവിത്രേ. മോള് ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ ദേവിയോ അരുണോ ഒന്നും മോളോട് പറഞ്ഞിട്ടില്ല. എല്ലാം മോളുടെ മാത്രം തീരുമാനമാ. പിന്നെ കണ്ണനും അതിനെ എതിർത്തില്ല. എന്തിനാ എതിർക്കുന്നത് അരുണ്ടമ്മേ? കോടികൾ വരുമാനമുള്ള ഒരു മുതലാളി പാവപ്പെട്ട ഒരാൾക്ക് ഒരു വൃക്ക ദാനമായിട്ട് കൊടുത്തില്ലേ? നമ്മൾ അതിനെപ്പറ്റി പേപ്പറിലൂടെയൊക്കെ അറിഞ്ഞതല്ലേ? അയാൾക്ക് അത് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ അതൊരു വലിയ പുണ്യ പ്രവൃത്തിയാ. അതുകൊണ്ട് കാർത്തൂന്റെ ജീവന് ഒരു അപകടം ഉണ്ടാവില്ല. കണ്ണന്റെ മുന്നിലാ ഞങ്ങളെല്ലാം തൊഴുകയോടെ നിൽക്കേണ്ടത്. സാധാരണ പെൺകുട്ടികൾക്ക് ഇതുപോലെ ആവാൻ പറ്റില്ല കണ്ണ. അതിന് എന്നെ മാത്രം അഭിനന്ദിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഞാൻ കാർത്തൂനെ ഉണ്ണിയൊക്കെ ഒരുപോലെ വളർത്തിയത്. എന്നിട്ട് ഉണ്ണിയുടെ സ്വഭാവം കണ്ടില്ലേ? കാർത്തു നന്നായെങ്കിൽ അത് എന്റെ മോള് ദൈവത്തെ അറിഞ്ഞു ജീവിച്ചോണ്ടാ. സ്വന്തം പരിമിതികൾ മനസ്സിലാക്കി എവിടെയും പിടിച്ചു നിൽക്കാൻ കാർത്തൂന് കഴിയും. പക്ഷേ അത് ചിലരൊക്കെ കാണാതെ പോകുന്നതാ കഷ്ടം. ഇനിയെങ്കിലും മാളും മഞ്ജുവും കാർത്തൂനെ സ്നേഹിക്കോ? ഓ, അതിനുള്ള സാധ്യതയൊന്നുമില്ല. മഞ്ജു കാർത്തൂന്റെ സഹായം വേണ്ടെന്ന് പറഞ്ഞ കൂട്ടത്തിലാ. പിന്നെ അവൾ ഇങ്ങനെ ഒരു സഹായം ചെയ്യുമായിരുന്നോ? ഇപ്പൊ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നല്ലാന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഒന്നായിരുന്നെങ്കിലോ? മാള് സ്വന്തം അനീതിയാണെങ്കിലും അവൾ ഇങ്ങനെ ഒരു സഹായം ചെയ്യില്ല. അതുപോലൊരു മനസ്സാ അവളുടേത്. ഇവിടെ തന്നെ കാർത്തുവാണ് സഹായിക്കുന്നതെന്ന് മാളുവിനോട് പറഞ്ഞിട്ട് ഇത് മുടക്കാൻ ശ്രമിച്ചില്ലേ? മാളുവിനോടും ഓപ്പറേഷന് മുമ്പൊന്നും പറഞ്ഞില്ല. പറഞ്ഞാൽ ആ കുട്ടി സഹായമൊന്നും വേണ്ടെന്ന് പറയുന്നുള്ള ഭയമായിരുന്നു. ഇപ്പൊ ഏതായാലും എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇനി മാളുവെങ്കിലും കാർത്തൂനെ കൂടപ്പുറപ്പായിട്ട് കണ്ടാൽ മതിയായിരുന്നു. മോളെ സൂക്ഷിച്ചു. പവിത്ര അടുത്ത് വന്നില്ലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പരാതി പറയുന്നുണ്ടായിരുന്നു ഇയാള്. ഞാൻ വരാതിരുന്നത് മനഃപൂർവ്വമാ മോളെ. മോളെ ആ അവസ്ഥയിൽ കാണാൻ വയ്യെന്ന് കണ്ണേട്ടനോട് ഞാൻ പറഞ്ഞായിരുന്നു. എനിക്ക് മനസ്സിലായ ഏട്ടത്തിയുടെ വിഷമം. മുറിവൊക്കെ ഉണങ്ങിയോ മോളെ? ഉണങ്ങി വരുന്നേ ഉള്ളൂ. ഇപ്പോ കുഴപ്പമൊന്നുമില്ല.
ഡോക്ടർ പൊയ്ക്കോളാൻ പറഞ്ഞു. വാ മോളെ. എന്താ ഇങ്ങനെ നോക്കി നിക്കുന്നേ? ഏയ് ഒന്നുമില്ല മോളെ, വേദനയൊന്നുമില്ലല്ലോ. ഇല്ല. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് മാളുവിനെ കയറി കണ്ടായിരുന്നു. മാളു നന്നായിട്ട് പെരുമാറിയെന്നാ പറഞ്ഞേ. ഓ സമാധാനായി. ഇങ്ങനെ ഓരോരുത്തരായിട്ട് കാർത്തൂനെ അംഗീകരിച്ചു തുടങ്ങിയ ഇനിയും ദീപാവലിയും ഓണവും വിഷു ഒക്കെ വരും. അപ്പൊ വാശിയും വൈരാഗ്യവും ഒക്കെ മറന്ന് എല്ലാവർക്കും ഒത്തുകൂടാലോ, ഒന്നിച്ചാഘോഷിക്കാലോ. മോൾക്ക് നല്ലതേ വരൂ. അധികം പെൺകുട്ടികളൊന്നും ചെയ്യാത്ത പുണ്യകർമ്മ മോള് ചെയ്യുന്നേ. മോള് വാ. അമ്മേ ഇതൂടെ വെച്ചേക്കും. സൂക്ഷിച്ച് പതുക്കെ മോളെ. അമ്മേനെ പിടിച്ചോ മോളെ. മോള് പോയി അകത്ത് കിടന്നു. ഞാനിത് കൊണ്ടുപോയി വെച്ചിട്ട് വരാം. ചെല്ലേ. കണ്ണേട്ടാ കരയാണോ? സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. എന്നുവെച്ചാ സ്വന്തം അനിയത്തിയല്ലേ മോള് സഹായിച്ചത്, അതിന്റെ ഒരു ആനന്ദമുണ്ട്. അതോടൊപ്പം നിന്റെ മോളുടെ ശരീരത്തിലൊരു മുറിവുണ്ടായത് അതിന്റെ വേദനയും. എന്റെ മോളുടെ നല്ല മനസ്സ് കാണുന്നത് ചേർത്തെടുത്ത ദേവി കാത്തോളൂ. ഇരുന്നാ മതിയോ മോളെ? അതൊക്കെ എടുക്കണോ? വേണ്ട എടുത്തേ. ഉള്ളത് പറയാലോ മോളെ. മോളെ കൊല്ലാൻ നോക്കിയ മാളുവിനെ സഹായിച്ചത് കണ്ണേട്ടന്റെ അമ്മയെ പോലെ എനിക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ കാണിക്കുന്നതിന്റെ കുറച്ച് ആത്മാർത്ഥതയെങ്കിലും അവർ തിരിച്ചു കാണിക്കണ്ടേ? സാരമില്ല അടുത്തി. ആ സമയത്ത് അരുൺ സാറിന്റെ അപ്പച്ചിയും അരുൺ സാറും വിഷമിക്കുന്ന കണ്ടപ്പോ സഹായിക്കണമെന്ന് തോന്നി. എന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സത്യം പറ, മാളുവിനെ മോള് കയറി കണ്ടപ്പോ മാളു സ്നേഹത്തോടെയാണോ പെരുമാറിയത്? പവിത്രയിടത്തിയോട് ഞാൻ സത്യം പറയാം. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയപ്പോ ഞാൻ മാളുവിനെ കയറി കണ്ടു. സഹായിച്ചതിന് നന്ദി വാക്കുകൾ പറഞ്ഞില്ലെങ്കിലും സ്നേഹത്തോടെ ഒന്ന് ചിരിക്കുമെന്ന് കരുതി. പക്ഷെ അതല്ല സംഭവിച്ചത്. എന്തിനാ നിന്റെ കരൾ എനിക്ക് തന്നേന്ന് ചോദിച്ചു. കണ്ടോ, അങ്ങനെയുള്ളവർക്ക് ഹൃദയം പറിച്ചു കൊടുത്താൽ രക്ഷയൊന്നുമില്ല. അവര് സ്നേഹിക്കാൻ പോകുന്നില്ല. എന്നാലും സാരമില്ല പവിത്രയെടുത്തി. എന്നെങ്കിലും ഒരു ദിവസം അവരുടെയൊക്കെ ഈ സ്വഭാവത്തിന് മാറ്റം വരും. വിജിതയുടെ വേറൊരു ടൈപ്പാണ് ഈ പറയുന്ന മഞ്ജുവും ആളും ഒക്കെ. അവരൊരിക്കലും മാറില്ല. ചില നേരത്ത് സ്നേഹിക്കുന്നതായിട്ടൊക്കെ ഭാവിക്കും. അതൊക്കെ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി മാത്ര. അത് കഴിഞ്ഞ പഴയപടിയാവും. ഇവിടെ ഇതുപോലൊരു സഹായം ചെയ്തിട്ട് പോലും ആ കൊച്ചിന് അതിന്റെ ഒരു ഇഷ്ടവും മോളോടില്ല. എങ്കിലും അരുൺ സാറിന്റെ അപ്പച്ചയ്ക്കും മുത്തശ്ശനും ഒക്കെ സന്തോഷമായല്ലോ. അവരൊക്കെ പിന്നാലെ നടന്നു പറഞ്ഞു കരള് ദാനം ചെയ്യാൻ മനസ്സുള്ള മറ്റാരെയെങ്കിലും കണ്ടെത്താന്ന്. ഞാൻ സഹായിക്കണ്ടെന്ന് പറഞ്ഞു. എന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാ അവരെല്ലാവരും വഴങ്ങിയത്. കണ്ണേട്ടൻ പറഞ്ഞുവല്ല. പിന്നെ കണ്ണേട്ടനും എനിക്കൊപ്പം തന്നെ നിന്നു. കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തിയാ ഞാൻ ചെയ്യുന്നെന്നും പറഞ്ഞു. കണ്ണേട്ടൻ അങ്ങനെയല്ലേ മോളെ? പക്ഷെ മോളെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയ സമയത്ത് നെഞ്ചില് തീയായിട്ടാ ഞാൻ കഴിഞ്ഞത്. ഇനിയെങ്കിലും ഇതുപോലുള്ള സാഹസങ്ങളൊന്നും കാണിക്കരുത്. അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല മോളെ. കണ്ണേട്ടൻ മോളെ പിന്തുണച്ചെങ്കിലും മോളെ ഓപ്പറേഷന് കൊണ്ടുപോയപ്പോ കണ്ണേട്ടന്റെ ചങ്ക് പൊട്ടിക്കാണും. ആ
സമയത്ത് നല്ല ജീവൻ പോയെന്ന് കണ്ണേട്ട പറയുകയും ചെയ്തു. മോടെ കയ്യിന്നോ കാലിന്നോ ഇത്തിരി ചോര പൊടിയുന്നത് പോലും കണ്ണേട്ടിന് വിഷമാ. പിന്നെ ഇത് സഹിക്കോ? പോട്ടെ എടുത്തി, അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പം ഉണ്ടായില്ലല്ലോ. ബാലുവും രക്ഷപ്പെട്ടു. നമ്മൾ ദൈവത്തെ മാത്രം കണ്ടാ മതി, മനുഷ്യന്മാരെ കാണണ്ട. അവരിൽ നിന്ന് ഒരിക്കലും നന്ദി പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്നും ചെയ്യരുതെന്ന് കണ്ണേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാ ശരി. അപ്പൊ മോളുടെ ആവശ്യം ഈ പറയുന്ന കാർത്തു, അതായത് മോളുടെ അനിയത്തി എന്നെ എങ്ങാനും തേടി പിടിച്ചു വന്നാ ഞാൻ അവളെ നോക്കാൻ പാടില്ല, അതല്ലേ? ഞാനങ്ങനെ പറഞ്ഞതില് ഡോക്ടർക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഞാൻ തെറ്റായി ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് തോന്നിയോ? ഏയ്, ഒരിക്കലുമില്ല. മോൾ എന്തു പറഞ്ഞാലും ഞാനിത് അനുസരിക്കും. അല്ല, ഈ പറയുന്ന കാർത്തൂനോട് മോൾക്ക് ഇത്രയ്ക്ക് വൈരാഗ്യം ഉണ്ടാവുള്ള കാര്യം എന്താ? അത് പറയാനാണെങ്കിൽ കുറെ ഉണ്ട് ഡോക്ടറെ. അവളുടെ ഏട്ടനൊരുത്തനുണ്ട്, ജയിൽ പുള്ളിയാ. ഒരു ദിവസം നോക്കിയപ്പോ എന്റെ മുറിക്കകത്തൊരു പാമ്പ്. മൂർഖനാ. ഇന്ന് വരെ ഈ വീടിനകത്ത് പാമ്പ് കയറിയിട്ടില്ല. അത് അവൻ കൊണ്ടിട്ടതാ, ആ ജയിൽ പുള്ളി. എന്നെ അനന്തുവേട്ടനെ കൊല്ലാൻ. പിന്നെ ഈ വീട്ടിലെ സ്വത്തുക്കളൊക്കെ അവൾക്ക് സ്വന്താവുമല്ലോ. ഇപ്പം നടക്കുന്ന ചില സംഭവങ്ങൾ വെച്ച് നോക്കിയാ മോള് പറയുന്നത് വലിയ അത്ഭുതമൊന്നുമില്ല. നമ്മൾ ദൈവമായിട്ട് ആരാധിക്കുന്ന പാമ്പിനെ വരെ ആയുധമാക്കുന്ന കാല. ഇനി പാമ്പിനെ കൊണ്ടിട്ടില്ലെങ്കിലും അവള് സർപ്പപ്രീതി വരുത്തിയ അതുകൊണ്ട് കഠിനമായി പ്രാർത്ഥിച്ച പാമ്പ് എഴഞ്ഞു വന്ന് നമ്മളെ കൊത്തും. അതൊന്നും എനിക്ക് വിശ്വാസമില്ല മോളെ. കള്ളവും ചതിവുമായി നടക്കുന്ന ഒരു പെൺകുട്ടിക്ക് സർപ്പപ്രീതി വരുത്താൻ പറ്റില്ല. നാഗങ്ങൾ സത്യമുള്ള ദൈവങ്ങളാ, പ്രത്യക്ഷ ദൈവങ്ങൾ. അപ്പൊ ഞാൻ പറയുന്നത് ഡോക്ടർക്ക് വിശ്വാസമായില്ലേ? മോള് പറയുന്നത് 100% വിശ്വാസമാ. പിന്നെ പൊതുവായൊരു സത്യം പറഞ്ഞതേ ഉള്ളൂ. എന്റെ അമ്മയെ പോലും അവള് കയ്യിലെടുത്തു. ഇപ്പൊ കുട്ടികൾ ഉണ്ടാവാത്തോണ്ട് എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ ആരാണെന്ന് നോക്കി നടക്കുക എന്റെ അമ്മ. ഞാൻ മോളുടെ അമ്മയുടെ കൺമുന്നിൽ പെടാതിരുന്നാ പോരെ, പിടികൊടുക്കാതിരിക്കാം. എങ്കിലും ഡോക്ടറെ തേടി വരാനുള്ള സാധ്യതയുണ്ട്. മോൾക്ക് എന്റെ ഭാര്യ അറിഞ്ഞൂടെ? അവൾ ഒരുമാതിരിപ്പെട്ടവരെയൊന്നും വീടിനകത്ത് കയറ്റില്ല. അതുകൊണ്ട് പിന്നെ പേടിക്കാനുമില്ല. അനന്തുവേട്ടന്റെ അനിയൻ അവളുടെ നാട്ടിലായിരുന്നു കൃഷി ഓഫീസറായിട്ട് ജോലി ചെയ്തിരുന്നത്. ആ സമയത്ത് അവൾ അവനെ വശീകരിച്ചെടുത്തതാ. അതിനുശേഷം അവന്റെ സ്വഭാവം മാറി. ഇപ്പൊ എന്തായാലും ഇവിടുന്ന് മാറി നിൽക്കുക. എപ്പോഴാണോ എന്തോ ഇനി എല്ലാരും കൂടി തിരിച്ചു വരുന്നത്. അങ്ങനെയാണെങ്കിൽ മോൾ അനന്തുവിനെ കൊണ്ട് ഇവിടുന്ന് മാറണം. നമുക്ക് വേണ്ടത് മനസമാധാനം മോളെ, അല്ല സ്വത്തും പണമൊന്നുമല്ല. ആ ഒരൊറ്റ ചിന്ത എനിക്കുള്ളൂ. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു അനന്തുവേട്ടനുമായിട്ട് സ്വസ്ഥമായിട്ട് ഒരു കുടുംബജീവിതം. അവിടെ എന്റെ ഒരു സാന്നിധ്യം ഉണ്ടാവും. എനിക്ക് അത്രയ്ക്ക് നിങ്ങൾ രണ്ടാളെ ഇഷ്ടപ്പെട്ടു. ആരും വന്നു തോന്നുന്നു. ഡോക്ടർ, എന്റെ അമ്മയാ വന്നത്. എങ്ങോട്ടാന്ന് മാറുന്നേ? അമ്മ കാണുകയാണെങ്കിൽ അനന്തേട്ടന്റെ ഫ്രണ്ടാണെന്ന് ഞാൻ പറയാം. അത് വേണ്ട, ഞാൻ മോളിലോട്ടിരിക്കാം. അയ്യോ ഡോക്ടറോ, എപ്പോ വന്നു? അനന്ത് കുളിക്കാൻ കയറിയത് പറഞ്ഞോണ്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ
മോള് കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ മോളുടെ അമ്മ വരുന്നത് കണ്ടത്. പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് കയറിയതാ. മോളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ അമ്മ കാണാൻ പാടില്ല എന്ന് മോള് പറഞ്ഞു. ഡോക്ടർക്കൊന്നും തോന്നരുത്. അതുപോലെയുള്ള ഫാമിലി ഇഷ്യൂസ് അവിടെ നടക്കുന്നേ. എനിക്ക് മനസ്സിലായി. ആ മോനൊരു കാര്യം ചെയ്യും, താഴോട്ട് ചെല്ല്. ഇല്ലെങ്കിൽ ചിലപ്പോ മഞ്ജുന്റെ അമ്മ ഇങ്ങോട്ട് കയറി വന്നാലോ. ഞാനിപ്പോ തന്നെ പോവാം. ഡോക്ടർക്ക് ബുദ്ധിമുട്ടായില്ലേ? ഹേയ്, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ രണ്ടാളെയും കൊല്ലാൻ പാമ്പിനെ വരെ ബെഡ്റൂമിൽ എടുത്തിട്ടാ കാർത്തുന്ന പെൺകുട്ടിയെ മഞ്ജുന്റെ അമ്മ സ്നേഹിക്കല്ലേ. എല്ലാം മഞ്ജുവിനോട് പറഞ്ഞു. അതുകൊണ്ട് എന്നെ മഞ്ജുന്റെ അമ്മ കാണാതിരിക്കുന്ന നല്ലത്. താങ്ക് യു ഡോക്ടർ. എന്റെ അമ്മ ഇവിടേക്ക് വരുന്ന എന്തിനാണെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. അതുകൊണ്ടാ അവസാനമായിട്ട് വന്നപ്പോഴും ഞാൻ പറഞ്ഞത്, കാർത്തൂനെ പറ്റി എന്തെങ്കിലും പറയാനാണ് വരുന്നതെങ്കിൽ ഇവിടേക്ക് വരണ്ടാന്ന്. നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല മഞ്ജു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് കാർത്തു മാളുവിനെ കണ്ടു കഴിഞ്ഞു. മാളുവിന് അവളോട് ഒരു ദേഷ്യം ഉണ്ടായിരുന്നില്ല. എന്നുവച്ചാ മാളും കാർത്തും തമ്മിൽ സ്നേഹിച്ചു തുടങ്ങി. ഇനി നീയായിട്ട് അനിയത്തെ തിരുത്താൻ നിൽക്കണ്ട. എന്റെ മനസ്സിൽ തട്ടുന്ന കാര്യങ്ങൾ പറയാനേ അമ്മ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. ദൈവത്തെ ഓർത്തൊന്ന് പോവാൻ നോക്ക്. എന്തു പറ്റി? കാർത്തൂന്ന് പറയുന്നവളെ വർണ്ണിക്കാൻ വന്നതാ. അവൾ എന്റെ മാളൂനെയും പാട്ടിലാക്കിയിരുന്നു. മാളു കാർത്തൂനെ ഇനി സ്നേഹിക്കും. ഇവൾക്കും ആ വഴിക്ക് വന്ന എന്താണെന്തു? അത് നടക്കില്ല എന്നറിഞ്ഞിട്ടും പിന്നെ ആ ആവശ്യവുമായി അപ്പച്ചി എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? കാർത്തൂനെ പോലെ നല്ലൊരു പെൺകുട്ടി ഈ ലോകത്തില്ല. അതുകൊണ്ടെന്താ, ഇവിടെ വരുന്നതിനേക്കാൾ സമാധാനം എനിക്ക് കാർത്തൂനടുത്ത് പോകുമ്പോഴാ. അവള് നാഗങ്ങളെ തൊഴുതു തൊഴുതു എന്റെ അമ്മയെ അനിയത്തിയൊക്കെ സ്വാധീനിച്ചിരിക്കുക. നാളെ അവൾക്ക് വേണ്ടി എന്റെ അമ്മ എന്നെ കൊല്ലാനും മടിക്കില്ല. നീ ഈ ജന്മം നന്നാവുന്ന് എനിക്ക് പ്രതീക്ഷയില്ല മഞ്ജു. പക്ഷേ നീ ഒന്നോർത്തോ, കാർത്തുവുമായി നിങ്ങളൊക്കെ സഹകരിച്ചു പോയില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ഒരിക്കലും നന്മയുണ്ടാവില്ല. അപ്പച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതുകൊണ്ടാ ഇവള് ചോദിക്കുന്നത്, ഇവളാണോ കാർത്തുവാണോ അപ്പച്ചിയുടെ മോളെന്ന്. എന്നെ ഒരു അനാഥ പെണ്ണിനെ പോലെ അമ്മ ഇപ്പൊ കാണുന്നത്. എന്നോട് ഒരു സ്നേഹമില്ല. എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതിനെപ്പറ്റി പോലും ഒരു ബോധവുമില്ല. എന്നാലും നീ നിന്റെ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കില്ല. അമ്മ പോവാൻ നോക്ക്. ലോകത്ത് ഇതുപോലെയുള്ള അമ്മമാരെ ശത്രുക്കൾക്ക് പോലും കിട്ടരുതെന്ന എന്റെ പ്രാർത്ഥന. അപ്പച്ചി പോവാൻ നോക്ക്. വെറുതെ ഇവളുടെ മൂഡ് കളയാൻ വരണ്ട. എന്തായാലും ഇവള് പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. മാളുവിനെ കാർത്തുവായിട്ട് തെറ്റിക്കാന്ന് ഇനി കരുതണ്ട. മാളുവിനെ കാര്യങ്ങളൊക്കെ പിടികിട്ടി. മുകളിലിരിക്കുന്ന ഡോക്ടർ കേൾക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. മനസ്സിലായി. അമ്മ പോയല്ലേ? ഡോക്ടർ വല്ല സംസാരവും കേട്ടോ? കുറച്ചൊക്കെ കേട്ടു. സോറി, എന്റെ അമ്മയെ പറ്റി ഞാൻ പറഞ്ഞിരുന്നല്ലോ. മനസ്സിലായി മോളെ എനിക്കെല്ലാം. മോളെ അമ്മ ഇപ്പോ ഒരു അനാഥ പോലെയാണ് കാണുന്നത് അല്ലേ? അങ്ങനെ കണ്ടെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ പുറമ്പോക്ക് പോലെയാ കാണുന്നത്. അമ്മ അങ്ങനെ പുറമ്പോക്ക് പോലെ കാണുമ്പോ മറ്റു ചിലര് മോളെ സ്നേഹിക്കാൻ എത്തിയെന്ന് കൂട്ടിക്കോ. ഞാൻ എന്റെ കാര്യമോ പറഞ്ഞത്, എന്നൊരു ഡോക്ടറായിട്ടല്ല. മോള് വേണമെങ്കിൽ മോളുടെ അച്ഛനായിട്ട് കൂട്ടിക്കോ. വെറുതെ പറഞ്ഞതല്ല. എനിക്ക് കുട്ടികളില്ലാത്തോണ്ട് നിങ്ങൾ രണ്ടാളും എന്റെ മക്കളുടെ സ്ഥാനത്താ. എന്നാ ശരി, പോയിട്ട് വരാം.
അമ്മ മകളെ പുറമ്പോക്കായി കാണുവാണെങ്കിൽ പിന്നെ അമ്മയ്ക്ക് എന്തിനാ ഇങ്ങനൊരു മകള്? അവൾ എനിക്ക് അവകാശപ്പെട്ടതല്ലേ, എന്റെ സ്വത്തല്ലേ?